ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒപ്പിക്കൊടു. എടേ, ഒരു കാര്യം ചെയ്യേ, ഇവനെ ആട്ടുതൊട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആട്ട്, അല്ലെങ്കിൽ എണ്ണത്തോണി കൊണ്ടുപോയി ഇങ്ങനെ കിടത്ത്. മോളനോട് എത്ര കൃത്യമായിട്ട് പറഞ്ഞു രാജുവിന് ഒരു കുഴപ്പം വരില്ലെന്ന്. മോളുടെ കോൺഫിഡൻസ് സമ്മതിച്ചേ പറ്റൂ. രാജു ഒരു തെറ്റും ചെയ്യില്ല, എന്റെ അച്ഛനും ചെയ്യില്ല. തെറ്റ് ചെയ്യാത്തവരെ ആര് കുടിക്കാൻ ശ്രമിച്ചാലും ദൈവം സമ്മതിക്കില്ല രാധമേ. സാമ്പാറിനുള്ളതാ മോളെ. ദേ ഇതൊന്ന് അരിഞ്ഞെടുത്തേ. ശരി രാധമേ. ഇതല്ലേ? ഇത്ര മതിയോ? മതി. മോളെ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്ക് രാധമേ. രാജുവിനെ വർമ്മസാറിനെ രക്ഷിച്ചതിന്റെ പിന്നില് മോളല്ലേ? ഞാനൊന്നുമല്ല രാധമേ. അങ്ങനെ ആര് പറഞ്ഞു രാധമയോട്? പ്രിയച്ചി. അതെ, പച്ചക്കറി അരിഞ്ഞതിനെ സേവിക്കുന്നതൊക്കെ കൊള്ളാം. ഇങ്ങനെ കണ്ടം തുണ്ട് അരിഞ്ഞിട്ടിട്ട് കാര്യമില്ല. പോത്തുകളല്ലേ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരാ. അല്ല പിന്നെ ലിജിൽ എന്നെ കാണണമെന്ന് പറഞ്ഞ എന്തിനാ? കാണണമെന്ന് പറഞ്ഞത് ഒരു നല്ല കാര്യം പറയാനാ. ഇരിക്ക്. താങ്ക്സ്. നല്ല കാര്യമാണെങ്കിൽ കേൾക്കാമല്ലോ, പറയേ. ആ ലാപ്ടോപ്പ് തട്ടിപ്പ് കേസിൽ നിന്ന് സാറിനെ രക്ഷപ്പെടുത്തിയത് ആരാണെന്നറിയോ? ഇല്ല, ആരാ? പറയ് ലിജിൻ. സാറിന്റെ മകളാ, ഋതിക വർമ്മ. എന്റെ മകളോ? യെസ് സർ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. യെസ് സർ, ദാറ്റ്സ് ദ ട്രൂത്ത്. ഓ, അങ്ങനെയാണെങ്കിൽ അത് അഭിമാനകരമായ ഒരു കാര്യമാണല്ലോ. അഭിമാനം തന്നെയാണ് സർ. അവളെ കുറിച്ച് ഞാൻ ഇത്രയും ഓർത്തില്ല. താങ്ക് യു ലിജിൻ, ഈ വിവരം എന്നെ അറിയിച്ചതിന്. ശരി സർ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓക്കെ സർ. എന്തോ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെയൊരു മാനസാന്തരം എങ്ങനെ ഉണ്ടാവാനാ? മോളെ, മോളെങ്ങടെ പോണേ? ഞാനിത്തിരി കറിവേപ്പില പറിക്കാൻ വന്നതാങ്കളെ. മോളെ, അച്ഛനൊരു കാര്യം ചോദിച്ചാ നേര് മാത്രമേ പറയാവൂ. ഞാൻ അങ്കിളിനോട് നോണയൊന്നും പറയില്ല. ഈ ജയന്റെയും അവന്റെ അമ്മയുടെയും മാറ്റത്തിന്റെ അണിയറ ശില്പി മോളല്ലേ? ഈ കാര്യത്തില് അങ്കിളിനോട് നുണ പറഞ്ഞേ പറ്റൂ. സത്യല്ലേ മോളെ? അല്ലെങ്കിലേ, ഞാനൊന്നുമല്ല, എനിക്കൊന്നും അറിയില്ല. അത് നുണ പറഞ്ഞതായിരിക്കും. അച്ഛാ, ഇങ്ങോട്ട് വന്നേ. എന്തിനാ? ഇങ്ങോട്ട് വാ. കൈ പിടിക്കലെന്ന്, കൈയോടിയൂന്ന് ഇങ്ങോട്ട് വാ. ചൂട്ടബിള് കാണിക്കലേ. ഇളവൊന്നുമില്ലല്ലോ. എന്തോ നടി അത് കണ്ടോ? അതച്ഛൻ കണ്ടോ?
കണ്ടു. അവൻ വിറക് കീറാല്ലേ? അച്ഛനൊന്നും തോന്നില്ലേ? എനിക്കെന്ത് തോന്നാൻ? ഒരാള് വിറക് കീറുന്നതിൽ എന്താണ് ഇത്ര അത്ഭുതം? അത് ശരി. അപ്പൊ അച്ഛന്റെ മനസ്സിലോ അതൊക്കെയാ? ആ. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. വാ. പതുക്കെ വലിക്കടി. എന്റെ ഭർത്താവിനെ വീട്ടിൽ വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നതേ വിറക് വെട്ടാനും വെള്ളം കോരാനും ആണോ? നിന്റെ ഭർത്താവിനോട് അവന്റെ വീട്ടിൽ പോണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവൻ ഭാര്യയോടും കുടുംബത്തോടും യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാതെ അമ്പലക്കാളെ പോലെ അലഞ്ഞു തിരിയുന്ന് രാജുവിനറിയാം. ഈ കോളാലിയുടെ മാട് കെട്ടിയേക്കൊന്ന് കൊടുത്താലാ. പെങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവനാ പറഞ്ഞത് പോകണ്ടാന്ന്. എന്റെ ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെ പണി ചെയ്യിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ബെസ്റ്റ്. നല്ല തങ്കപ്പെട്ട ഭാര്യ. ഭർത്താവ് ജോലി ചെയ്യണ്ടാന്ന്. ഇതാണോ ജോലി? കളക്ടർ ഉദ്യോഗമൊന്നും നിന്റെ കെട്ടിയവനില്ലല്ല. മറ്റൊരു ജോലിയും ചെയ്യൂല. ആകപ്പാട് ജോലി ചെയ്യണത് ഉഡായിപ്പ് സർവീസിലാ. പക്ഷേ അതെപ്പോഴും സക്സസ് ആവില്ല. അച്ഛാ, ആ എടി, അവൻ മേലണങ്ങി പണി ചെയ്യട്ടെ. ഒന്നാമത് യാതൊരു എക്സർസൈസും ഇല്ല. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ പിടിക്കൂടി. അവൻ ജോലി ചെയ്യട്ടെ. എന്റെ കുഞ്ഞിന്റെ അച്ഛനാ ജേട്ടൻ. ഇങ്ങനെ വിറക് കീറാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ചേട്ടാ നിർത്തിക്കേ. നിർത്താനല്ലേ പറഞ്ഞ? ഞാൻ ലേശം വിറക് കീറിക്കോട്ടെ പ്രിയേ. അങ്ങനെയെങ്കിൽ നിന്റെ തന്തയ്ക്ക് സന്തോഷാവട്ടെ. അത് ചെയ്തത് വന്നിങ്ങോട്ട് വാ. കൊണ്ടോടി, കൊണ്ടോ, വിളിച്ചോണ്ട് പോ. ഇവിടെ ഇരിക്കെ. അയ്യോ. നല്ല വേദന. ദാ, ഈ വെള്ളം കുടിച്ച്. ഒപ്പിക്കൊട്. എടീ, ഒരു കാര്യം ചെയ്യേ. ഇവന് ആട്ടുതൊട്ടിലെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇട്ട് ആട്ട്. അല്ലെങ്കിൽ എണ്ണത്തോണി കൊണ്ടുപോയി ഇങ്ങനെ കിടത്ത്. എടേ, നീ ഒറ്റ ഒരുത്തിയ ഇവനെ ഇങ്ങനെ വഷളാക്കണത്. എന്താ ഇവിടെ പ്രശ്നം? ആ, ഇവൻ കുറച്ച് വിറക് കീറി. അത് നിന്റെ പെങ്ങളായി ഇവക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ പറ, ജേട്ടനോട് പോണ്ടെന്ന് പറഞ്ഞത് ഇവിടെ നിർത്തി ഇങ്ങനെ പണി എടുപ്പിച്ച് നടു ഓടിക്കാനാണോ? ഒരിക്കലും അല്ല. അളിയനെ അന്യനായി കാണാത്തതുകൊണ്ടാ പോണ്ടെന്ന് പറഞ്ഞത്. ജേട്ടൻ ഭാര്യ വീട്ടിൽ കിടന്ന് വിറക് കീറുന്നത് നാട്ടുകാരെങ്കിലും കണ്ട എന്ത് മോശമാ. ഈ ഒരു കോംപ്ലക്സ് ആദ്യം കളയണ്ട. ഭാര്യ വീട്, ഭർത്താവ് വീട് എന്നൊന്നും അങ്ങനെ ഇല്ല. ഇത് നമ്മുടെ വീടാണെന്ന് എല്ലാവരും കരുതിയാ മതി. പ്രശ്നം തീർന്നില്ലേ? അകലേ നോവിനാലേ